നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. കുറച്ച് നാളായി കേൾക്കാനില്ലാത്ത വാക്കായിരുന്നു ലവ് ജിഹാദ്. ഇപ്പോൾ അത് വീണ്ടും വെളിച്ചത്ത് വന്നിരിക്കുന്നു. വരാൻ കാരണം PC ജോർജിൻ്റെ ഒരു പ്രസംഗമാണ്. ക്രിസ്തീയ സമുദായത്തിൻ്റെ ഒരു യോഗത്തിൽ അവരവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു യോഗം. അതിൽ PC ജോർജിനെയും ക്ഷണിച്ചിരുന്നു. അദ്ദേഹം അവിടെ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൻ്റെ വീഡിയോ പുറത്തു വന്നു. അതിൽ PC ജോർജ് പറയുന്നു, നമുക്ക് മുന്നിൽ ഒരുപാട് അപകടങ്ങളുണ്ട്, മയക്കുമരുന്നുണ്ട്, സ്ഫോടക വസ്തുക്കളുണ്ട്, അതുകൂടാതെ ലവ് ജിഹാദുണ്ട്. ലവ് ജിഹാദിൻ്റെ മീനച്ചിൽ താലൂക്കിൽ മാത്രം ഒരു 400ഓളം കേസുകളുണ്ട്. ഇന്നലെയും ഒരാൾ പോയിട്ടുണ്ട്. രാത്രി 9:30 മണിക്കാണ് പോയത്. ഭരണങ്ങാനത്ത് നിന്നാണ്, തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പോയി അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അതിലൊന്നുകൂടെ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ക്രിസ്ത്യാനികൾ ഒറ്റയ്ക്ക് പോയാൽ പോരാ, ഹിന്ദു സഹോദരന്മാരെ കൂടെ കൂട്ടണം എന്നും കൂടെ പറഞ്ഞു. അതോടെ ആകാശം ഇടിഞ്ഞു വീണു. PC ജോർജ് വിദ്വേഷ പ്രസംഗം നടത്തി. അപ്പോൾ പോലീസ് കേസെടുക്കണം, PC ജോർജിനെ അറസ്റ്റ് ചെയ്യണം, തുറുങ്കിലടയ്ക്കണം. ഇതൊക്കെയാണ് ആവശ്യം. ഇതൊക്കെ സാധാരണ നാടകങ്ങളാണ്. പോലീസ് തൽക്കാലം ഞാൻ ഈ ഷൂട്ടിങ് നടത്തുന്ന നിമിഷം വരെ പോലീസ് കേസെടുത്തിട്ടില്ല. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന് നിയമപരമായ കാരണമാണ്. PC ജോർജ് പറഞ്ഞതിൽ കുറ്റമില്ല, ഒഫൻസില്ല. ഏതെങ്കിലും ഒരു നിയമം ലംഘിച്ചാലല്ലേ ഒഫൻസ് ആകുകയും പോലീസിന് കേസെടുക്കാൻ പറ്റുകയും ഒക്കെ ചെയ്യുള്ളൂ. ഈ നമുക്കിഷ്ടപ്പെടാത്ത കാര്യം ഒരാൾ പറഞ്ഞാൽ അത് മതവിദ്വേഷമാണ് എന്നൊക്കെ പറഞ്ഞ് കേസെടുക്കാനൊന്നും പറ്റില്ല. ഇത് എത്രയോ കാലമായി അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാം എന്ന മതം ഒരു ഹൈലി സെൻസിറ്റീവായ മതമായിട്ട് നിൽക്കുന്നു. അവരെപ്പറ്റി ഒരു കുറ്റവും ആരും പറഞ്ഞുകൂടാ. അത് പറഞ്ഞാൽ മതവിദ്വേഷം ആയി. വിദ്വേഷമല്ലല്ലോ, നിങ്ങളുടെ ചെയ്തിയെ മറ്റുള്ളവർ വിമർശിച്ചു കഴിഞ്ഞാൽ അത് വിദ്വേഷമാകുന്നത് എങ്ങനെയാണ്? ഇനി അതിൽ നിങ്ങൾക്ക് വിദ്വേഷം തോന്നുമായിരിക്കാം, പക്ഷേ ഈ പറഞ്ഞ ആൾ നിങ്ങളോടുള്ള വിദ്വേഷം കൊണ്ടല്ല പറയുന്നത്. നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഈ മതവിദ്വേഷം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നിർവചനമില്ലാത്ത ഒരേർപ്പാടാണ്. എന്ത് വിമർശനവും വിദ്വേഷമാകാം, ഇല്ലേ? ഒരാൾ ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നത് ഒരു വിമർശനമായിട്ട് കാണാം, അല്ലെങ്കിൽ അയാളോടുള്ള വിദ്വേഷമായിട്ട് കാണാം. ഇതൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നിയമദൃഷ്ട്യാ PC ജോർജ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് പോലീസിനൊരു കേസ് രജിസ്റ്റർ ചെയ്യാനും പറ്റില്ല. ഇനി രജിസ്റ്റർ ചെയ്തു എന്ന് വയ്ക്കുക, അത് മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ മൂക്കും കുത്തി വീഴും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഒരാളെ കൊണ്ടുപോയി റിമാൻഡ് ചെയ്യാൻ എന്തെങ്കിലും വകുപ്പൊക്കെ എഴുതി 1, 2, 10 ദിവസത്തേക്കൊക്കെ റിമാൻഡൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ പോലീസിനെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട് ഭരണാധികാരികൾ. അതൊക്കെ മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെ പലതവണ ഉപദ്രവിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് PC ജോർജ്. PC ജോർജിൻ്റെ ഇതിന് മുമ്പുള്ള കേസും കോടതിയിൽ നിലനിൽക്കാൻ പോകുന്നില്ല, അത് പോലീസിനും അറിയാം. ബട്ട് ചുമ്മാ അങ്ങോട്ട് ഇസ്ലാമിനെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ വിമർശിച്ചു, ഉടനെ കേസ്. ഇതെന്തൊരു പാടാണ്. ഇതിൻ്റെ ഒരു വശം നിയമവശം. ഇനി ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വശമുണ്ട്. PC ജോർജിനെ ഇപ്പോൾ കേസ് കൊടുത്ത് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ കൺസോളിഡേഷൻ ഉണ്ടാകും എന്ന് പിണറായി വിജയൻ ഭയക്കുന്നു, CPM ഭയക്കുന്നു. അതുകൊണ്ട് പോലീസുകാരോട് തൽക്കാലം കേസൊന്നും രജിസ്റ്റർ ചെയ്യേണ്ട എന്നും പറഞ്ഞു കാണും. പോലീസുകാരെന്ത് ചെയ്യാനാണ് പാവം? കേസെടുക്കണമെന്ന് പറഞ്ഞാൽ കേസെടുക്കണം, കേസ് വേണ്ടാന്ന് പറഞ്ഞാൽ കേസ് വേണ്ട. പക്ഷേ ഈ 2-3 പേരാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത് PC ജോർജിനെതിരെ കേസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അവരെന്ത് ചെയ്യും? നമ്മൾ ഒരു ജനാധിപത്യമാകുമ്പോൾ നമുക്കെതിരെ നിൽക്കുന്നവരുടെയും കാര്യം പരിശോധിക്കണമല്ലോ. SDPI, മുസ്ലിം ലീഗ്, യൂത്ത് കോൺഗ്രസ്, ഈ 3 പേരാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ഈ പരാതി കൊടുത്തിട്ട് പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന് വെച്ചോ, ഇവരെന്ത് ചെയ്യും? പരാതിക്കാരെന്ത് ചെയ്യും? നമുക്ക് തൽക്കാലം PC ജോർജിനെ മാറ്റി നിർത്താം. പരാതിക്കാർക്ക് ഇനി ചെയ്യാനുള്ളത് മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി കൊടുക്കുക. സാർ, ഞങ്ങൾ പരാതി കൊടുത്തിട്ട് പോലീസ് കേസെടുത്തില്ല എന്ന് മജിസ്ട്രേറ്റിന് പരാതി കൊടുക്കുക. മജിസ്ട്രേറ്റിന് ബോധ്യം വന്നു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് പോലീസിനെ കൊണ്ട് FIR അടിക്കും. ഇനി മജിസ്ട്രേറ്റിന് ബോധ്യം വന്നില്ലെങ്കിലോ ജില്ലാ കോടതിയിൽ പോവുക, ഹൈക്കോടതിയിൽ പോവുക, സുപ്രീം കോടതിയിൽ പോവുക. ഇതാണ് ഈ 3 പേർക്കുള്ള
ഓപ്ഷൻസ് അതൊക്കെയാണ്. അതിലേക്ക് അവർ പോകുന്നെങ്കിൽ അവർ പൊക്കോട്ടെ. ഞാൻ ഈ ജനാധിപത്യത്തിൽ നമ്മൾ എതിർപക്ഷത്തെ ആൾക്കാർക്കുമുള്ള നിയമപരമായ ഓപ്ഷൻസ് പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. PC ജോർജിലേക്ക് തിരിച്ചു വരാം. PC ജോർജ് ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞു. ലവ് ജിഹാദ് ഇല്ല എന്ന് സുപ്രീം കോടതി വിധിച്ചതാണ്. അങ്ങനെ ഒരു വിധിയൊന്നുമില്ല. സുപ്രീം കോടതിയിൽ ഈ സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പോയ പെൺപിള്ളേരുടെ കേസൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി NIAയോട് ചോദിച്ചു, ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ടോ? NIA പറഞ്ഞു, സാർ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങളുടെ അടുത്ത് 4 കേസ് വന്നിട്ടുണ്ട്, അതിങ്ങനെ പെൺപിള്ളേരെ തട്ടിക്കൊണ്ടുപോയിട്ട് സിറിയയിലേക്ക് കടത്തി അഫ്ഗാനിസ്ഥാനിലേക്ക് കടത്തി എന്നൊക്കെ പറഞ്ഞാണ് അതിൻ്റെ അന്വേഷണവും നടക്കുന്നുണ്ട്, വേറെ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ സുപ്രീം കോടതിയിൽ ഒരു സംസാരം നടന്നതാണ്. സുപ്രീം കോടതി ലവ് ജിഹാദ് ഇല്ല എന്ന് വിധിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇതെന്ത് പരിപാടിയാണ്? അതൊന്നും വിധിയൊന്നുമല്ല, കോടതിയിൽ നടക്കുന്ന സംസാരങ്ങളാണ്. കേന്ദ്ര സർക്കാർ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞു. ഇല്ലെന്നേ പറയുള്ളൂ. ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലവ് ജിഹാദ് ചെയ്ത് കൊടുക്കപ്പെടും എന്ന് പറഞ്ഞൊരു ബോർഡുണ്ടോ? ഗോതമ്പ് പിടിച്ച് കൊടുക്കപ്പെടും എന്ന് പറഞ്ഞ് ബോർഡ് വയ്ക്കുന്ന പോലെ അങ്ങനെ ഒരു ബോർഡില്ല, അതിനൊരു രജിസ്റ്റേർഡ് സംഘടനയില്ല, ഒന്നുമില്ല. ഇത് മറ്റ് രീതിയിൽ സംഘടിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അതുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കാണെങ്കിലും അതില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു സംഘടന പ്രവർത്തിക്കുന്നില്ല. അത് സമൂഹത്തിൽ കാണാൻ പറ്റില്ല. കാണാതെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല, അറിയാനേ പറ്റുള്ളൂ. റോസാപ്പൂവിൻ്റെ മണം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ട് റോസാപ്പൂവിന് മണമില്ല എന്ന് പറയാൻ പറ്റുമോ? മണമുണ്ട്, നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇതാണ് ലവ് ജിഹാദിൻ്റെ കാര്യം. ലവ് ജിഹാദ് ഉണ്ടോ? തൊട്ട് കാണിക്ക്, കേസ് കാണിക്ക്, എണ്ണിക്കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ല. പക്ഷേ ആ സംഭവം ഇല്ലേ? ഉണ്ട്. ഇപ്പോൾ കേരള നിയമസഭയിൽ ഈ നാട്ടിൽ ലാൻഡ് മാഫിയ ഉണ്ടോ, മയക്കുമരുന്ന് മാഫിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മന്ത്രിയുടെ മറുപടി വരും, ഇല്ല. മാഫിയ എന്ന് പറഞ്ഞൊരു സാധനമില്ല. പക്ഷേ മാഫിയ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ലേ? അറിയാം. കാരണം ഈ മാഫിയ, ലവ് ജിഹാദ് ഇതുപോലത്തെ വാക്കുകൾ നിയമത്തിൽ നിർവചിക്കപ്പെട്ടിട്ടില്ല. അവർക്ക് ബോർഡില്ല, അവർക്ക് രജിസ്ട്രേഷനില്ല, അങ്ങനൊരു സംഘടനയില്ല. പക്ഷേ കാര്യം നടക്കുന്നുമുണ്ട്. ഇതാണ് ലവ് ജിഹാദും ലാൻഡ് മാഫിയ, ക്വാറി മാഫിയ, ഫ്ലാറ്റ് മാഫിയ എന്നൊക്കെ പറയുന്ന ഏർപ്പാട്. അപ്പം അതുകൊണ്ട് ആ സാങ്കേതികത്വത്തിൽ കടിച്ചു തൂങ്ങിയിട്ട് യാഥാർത്ഥ്യം ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ ഇതിൻ്റെ പലവിധ ചാനലുകളിൽ നടന്ന ബഹളങ്ങളൊക്കെ കണ്ടു. 1-2 ഓർമ്മയിലുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന് ന്യൂസ് 18 അപർണ, ഒരു ക്രിസ്ത്യൻ അസോസിയേഷൻ കാസ, അതിൻ്റെ പ്രതിനിധിയെ സംസാരിക്കാൻ സമ്മതിക്കാതെയോ വല്ലാതെ വികാരാവേശയായിട്ട് ചൂടായിട്ട് ആരാണ്, പറയൂ, ഒരാളുടെ പേര് പറയൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് ബഹളം. ഇതുപോലെ തന്നെ 24 ന്യൂസ് ചാനലിൽ ഹാഷ്മിയും ഇതുപോലെ ബഹളം വയ്ക്കുന്നു, മറ്റുള്ളവരെ സംസാരിക്കാൻ സമ്മതിക്കാതെ തടസ്സപ്പെടുത്തുന്നു. എന്തുവായിക്കോട്ടെ, രണ്ടുപേരും വളരെ ഹൈ മൂഡിൽ, ഇങ്ങനെ കോമ്പാറ്റീവ് മൂഡിൽ ആക്രമിക്കാൻ റെഡിയായിട്ടാണ് സംസാരിക്കുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊന്നും ഇതിൻ്റെ സാമൂഹ്യ വശം ഇതുവരെ മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് നടിക്കുന്നു. നിങ്ങൾ നോക്കൂ, ലവ് ജിഹാദ് തുടക്കത്തിൽ ആർക്കും മനസ്സിലാവില്ല. ഒരാൺകുട്ടിയും പെൺകുട്ടിയും പ്രണയത്തിലാകുന്നു, ലവ് ജിഹാദാണോ? അല്ല, ആർക്കും അങ്ങനെ പറയാൻ പറ്റില്ല. ആൺകുട്ടി മുസ്ലിം ആയതുകൊണ്ടും പെൺകുട്ടി നോൺ മുസ്ലിം ആയതുകൊണ്ടും ലവ് ജിഹാദാണ് എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് കാലം കഴിഞ്ഞ് ഇവർ കല്യാണം കഴിക്കണം, വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്നൊക്കെ ആയി കഴിയുമ്പോൾ പെങ്കൊച്ച് ഇവൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്നു. ലവ് ജിഹാദാണോ? ആണെന്ന് പറയാൻ പറ്റില്ല. ഒളിച്ചോടിപ്പോയി, എവിടെ പോയി എന്നറിയാൻ മേല, അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ചു, കണ്ടില്ല, പോയി. അങ്ങനെ കാലം കഴിയുന്നു. 1-1.5 വർഷം കഴിയുമ്പോൾ, ചിലപ്പോൾ 6 മാസം കഴിയുമ്പോൾ പെങ്കൊച്ചിൻ്റെ ഫോൺ അമ്മയ്ക്ക് വരുന്നു രഹസ്യമായിട്ട്. മോളെ നീ എവിടെയാ? അമ്മ ഞാനിവിടെ മഞ്ചേരി സത്യസരണിയിലാണ്. സത്യസരണിയോ? അതെന്തോ ഇസ്ലാമിൻ്റെ എന്തോ വലിയ കെട്ടിടമാണ്. അതെന്താ നീ അവിടെ എന്ത് ചെയ്യുന്നു? എന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുക, ഞാൻ മുസ്ലിം ആകണമെന്നൊക്കെ പറയുന്നു. മോളെ നിന്നെ കൊണ്ടുപോയതാരാ? അതിങ്ങനെ എൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന അയാൾ. നീ എന്തിനും അവൻ്റെ കൂടെ പോയി? കല്യാണം കഴിക്കാൻ പോയതാ. എന്നിട്ട് ഇപ്പോൾ മുസ്ലിമായിട്ട് മാറിയാലേ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറയുന്നു. നിനക്കവിടെ സുഖമാണോ മോളെ?
എന്ത് സുഖം അമ്മച്ചി, ഞാൻ പെട്ടുപോയി അമ്മച്ചി, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ശരി, നിനക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലല്ലോ. കുഴപ്പം ഇപ്പോൾ പറ്റാനുള്ളതെല്ലാം പറ്റിക്കഴിഞ്ഞ അമ്മച്ചി, ഇനി അത് പറഞ്ഞിട്ട് എന്ത് കാര്യം. ഇതാണ് ഫോൺ. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ലവ് ജിഹാദാണ്. മാസങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരമ്മയുടെ അടുത്ത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വാ, നിങ്ങൾ ടി വി ചാനലിൽ വാ, എന്നിട്ടിത് പറ എന്നൊക്കെ പറഞ്ഞാൽ മാനം മര്യാദയുള്ളവരിത് ചെയ്യില്ല. അവരെന്ത് ചെയ്യും? പി സി ജോർജിനെ പോലെ വിശ്വസിക്കാവുന്ന സാമൂഹ്യ പ്രവർത്തകർ, അല്ലെങ്കിൽ അവിടുത്തെ പള്ളി വികാരി, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ മൂത്ത കാരണവർ അങ്ങേരോട് പറയും, അച്ഛോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഞാൻ എന്ത് ചെയ്യും? അച്ഛൻ എന്ത് ചെയ്യും? എന്തെങ്കിലും സമാധാനം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ത്രീയെ ആശ്വസിപ്പിച്ച് വിടും. വീട്ടിലാണെങ്കിൽ നിത്യകലഹം. ഭർത്താവാണെങ്കിൽ ഈ സ്ത്രീയെ വഴക്ക് പറയും, നീ ഒരുത്തിയാടി ഇതിനൊക്കെ കാരണം, പിള്ളേരെ ചൊല്ലുളിയില്ലാതെ വളർത്തി, നിങ്ങളല്ലേ പെണ്ണിന് സ്മാർട്ട് ഫോൺ മേടിച്ചു കൊടുത്തതെന്ന് പറഞ്ഞു നിത്യകലഹം വീട്ടിൽ. ഇതിന് താഴെ ഒരു പെങ്കൊച്ചുണ്ട്, അതിനെ കെട്ടിച്ചു വിടണ്ടേ? പുറത്തിറങ്ങി കഴിഞ്ഞാൽ നാണക്കേടല്ലേ? പെണ്ണ് എവിടെയെന്ന് ചോദിച്ചവരോടൊക്കെ പെണ്ണ് ആ അമ്മാവൻ്റെ കൂടെ പൂനെയിലാണെന്നും നുണയും പറഞ്ഞ് നിൽക്കുക അമ്മ. ഈ അമ്മ ടി വിയിൽ വരണോ? ഈ അമ്മ പേര് വെളിപ്പെടുത്തണോ? ആരെയാണ് നിങ്ങളൊക്കെ ഈ വെല്ലുവിളിക്കുന്നത്? ഈ ഗതികേടുണ്ടല്ലോ, ഇതിൻ്റെ പേരാണ് ലവ് ജിഹാദ്. ഈ ഗതികേടാണെന്ന് തിരിച്ചറിയുമ്പോഴത്തേക്ക് പെൺകുട്ടി കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം 2 പെൺകുട്ടികൾ പൂനെ വരെ പോയല്ലോ ഒരുത്തൻ്റെ കൂടെ. ആ പെൺകുട്ടിയുടെ പേരടക്കം ചാനലുകൾ പുറത്തുവിട്ടു. വിട്ടതിൽ തെറ്റൊന്നുമില്ല, പെൺകുട്ടികളെ കാണുന്നില്ല, മാൻ മിസ്സിങ് ആണ്, എവിടെ പോയി എന്നറിഞ്ഞുകൂടാ, ഇന്ന സ്ഥലം വരെ മൊബൈലിലുണ്ടായിരുന്നു, പിന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വാർത്തയായി, ബഹളമായി. പോലീസ് ഇടപെട്ടു, അന്വേഷിച്ചു, പൂനെയിലുണ്ടെന്ന് പറഞ്ഞു. ഏതോ ഒരുത്തൻ്റെ കൂടെ ബോംബെയിൽ പോകാനായിരുന്നു പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു കിട്ടിയെന്നൊക്കെ പറഞ്ഞു. തിരിച്ചു കിട്ടിയതിന് ശേഷം ഇവരുടെ പേരോ മുഖമോ ടി വിയിൽ കാണിച്ചിട്ടില്ല. കാണിക്കാനും പാടില്ലല്ലോ. പക്ഷേ നിങ്ങളൊരു കാര്യം എടുത്തു നോക്കുക, മൊത്തത്തിൽ ആ എപ്പിസോഡിൽ ഏർപ്പെട്ട 2 പെൺകുട്ടികൾ അവരുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും? ഇതൊക്കെ അറിഞ്ഞും കേട്ടും പറഞ്ഞുമൊക്കെ അറിയുമല്ലോ. അപ്പോൾ പറയും, ഇവളല്ലേ പൂനെക്ക് പോയ കക്ഷി, അവിടെ പോയി എന്തോ മുടി മുറിക്കാനോ മുടി സ്ട്രെയിറ്റൻ ചെയ്യാനോ ഒക്കെ അതിൻ്റെ ഫോട്ടോയൊക്കെ വന്നിരുന്നല്ലോ എന്ന് ഇങ്ങനെ പറയും. എന്താവും ആ പെൺകുട്ടിയുടെ ജീവിതം? അല്ല, ഒരു രീതിയിൽ നോക്കിയാൽ ഞാൻ ചാനലുകളെ വഴക്ക് പറയില്ല, മാൻ മിസ്സിങ് കേസാണ്, അവരത് ഫ്ലാഷ് ചെയ്തു. ബട്ട് ഫൈനലി ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്നതാരാ? ആ കുടുംബവും ആ പെൺകുട്ടികളുമാണ്. ഇതാണ് ഈ പ്രശ്നം നിങ്ങളുടെ ടി വിയിലെ. അതുകൊണ്ട് ഈ 400 പേര് ആരാണെന്ന് അറിയണമെന്ന് പറഞ്ഞ് ടി വിക്കാർ ബഹളം വെച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഒരു ടിപ്പ് ഞാൻ തരാം. പി സി ജോർജ് പറഞ്ഞിരുന്നു, ഭരണങ്ങാനത്തുനിന്ന് ഒരാൾ പോയി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭരണങ്ങാനം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു കഴിഞ്ഞാൽ ഒരാളിൻ്റെ വിവരം നിങ്ങൾക്ക് കിട്ടില്ലേ? അത് ചോദിക്കാനോ മെനക്കെടാനോ ഒന്നും ചാനലുകളും തയ്യാറല്ല. ഇതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ, ചാനലുകൾക്ക് ഇതിനകത്തെ ഹ്യൂമൻ ഇഷ്യൂ ഒരു പ്രശ്നമേ അല്ല. ചാനലുകളുടെ ആവശ്യം ഇസ്ലാമിനെ വെളുപ്പിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരു ലവ് ജിഹാദ് കേസ്, ജെനുവിനായിട്ടുള്ള ലവ് ജിഹാദ് കേസ് കയ്യിൽ കിട്ടിയാൽ പോലും ചാനലുകൾ എന്ത് ചെയ്യും? അത് ലവ് ജിഹാദ് അല്ല എന്നാക്കും, ഇല്ലേ? അങ്ങനെ ആക്കും. അതൊരു സംശുദ്ധമായ പരിശുദ്ധമായ പ്രണയമായിരുന്നു എന്ന് വരുത്തി തീർത്ത് അത് ഒതുക്കി തീർക്കും. അല്ലെങ്കിൽ ഹൈക്കോടതി, സുപ്രീം കോടതി വരെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ അവർക്ക് ആൾക്കാരൊക്കെ ഉണ്ട്, കാശുണ്ട്, വക്കീലന്മാരുണ്ട്, അങ്ങനെ ചെയ്യും. ഇത് വൈക്കത്ത് ചെയ്തത് നമ്മൾ കണ്ടതാണ്, വൈക്കത്തെ ഒരു പെങ്കൊച്ചിൻ്റെ കാര്യത്തിൽ. ഞാനിതിൻ്റെയൊക്കെ പേര് പറയാത്തത് ഇവരൊക്കെ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ, വെറുതെ നമ്മൾ ഉപദ്രവിക്കേണ്ട എന്ന് കരുതിയിട്ടാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. അപ്പോൾ ഇങ്ങനെ ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും അപകടത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ള ചുമതല സ്വയം ചാനലുകളും ആങ്കർമാരും അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ കാര്യത്തിൽ മുഖ്യധാരാ പൊളിറ്റിക്കൽ പാർട്ടികൾ ആരും അഭിപ്രായം പറയുന്നത് എന്താ? കോൺഗ്രസ് മിണ്ടിയിട്ടില്ല, CPM മിണ്ടിയിട്ടില്ല, ജനതാദൾ മിണ്ടിയിട്ടില്ല, കേരള കോൺഗ്രസ് മിണ്ടിയിട്ടില്ല. കാരണം ഇവർക്കെല്ലാം അറിയാം PC ജോർജ് പറയുന്നത് സത്യമാണ്. എന്തിന് മുസ്ലിം ലീഗ് ഒന്നും മിണ്ടിയിട്ടില്ല? യൂത്ത് ലീഗ് കൊണ്ടുപോയി പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ബട്ട് മുസ്ലിം ലീഗ് എന്താ മിണ്ടാത്തത്? സമസ്ത എന്താ മിണ്ടാത്തത്? മിണ്ടാൻ പറ്റില്ല. കാരണം ഇത് ചർച്ച ചെയ്യും തോറും സത്യം പുറത്തു വരാൻ തുടങ്ങും. അതിനെ അവർ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് മുഖ്യധാരാ പാർട്ടികളാരും മിണ്ടാത്തത്. ഇത് കഴിഞ്ഞിട്ട് ഒരു ഒപ്പിയാൻ പ്രസ്ഥാനം ഇറങ്ങി. PC ജോർജിനെതിരെ കർശനമായ നിയമ നടപടി എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒപ്പുശേഖരണം തുടങ്ങി. ആ ഒപ്പുശേഖരണത്തിൽ മുഴുവൻ പോപ്പുലർ ഫ്രണ്ടിനെയും അതിനെയും പിന്തുണയ്ക്കുന്ന
ഈ ചോട്ട എഴുത്തുകാരോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് അതിനകത്ത് വന്നത്. മറ്റ് വ്യക്തികളാരും, അറിയപ്പെടുന്ന വ്യക്തികളാരും അതിൽ വന്നില്ല. അവരെ ഒപ്പുവിട്ടില്ല. എന്താ കാര്യം? ലവ് ജിഹാദ് ഉണ്ട്, അതാണ് കാര്യം. നാർക്കോട്ടിക് ജിഹാദ് എന്നൊരു പ്രയോഗം നമ്മളെ പാലാ ബിഷപ്പ് കലറങ്ങാട്ട് തിരുമേനി കുറവിലങ്ങാട് പള്ളിക്കുള്ളിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു, മക്കളെ സൂക്ഷിക്കണം, ലവ് ജിഹാദ്. പിന്നെ ഈ മയക്കുമരുന്ന് ജ്യൂസിലൊക്കെ കലക്കി കൊടുക്കും. നാടെങ്ങും ജ്യൂസ് കടയുണ്ട്. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്, ഇതിനും മാത്രം ജ്യൂസ് എന്നാണ് മലയാളി കുടിക്കാൻ തുടങ്ങിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരുപാട് ജ്യൂസ് കടകളാണ്. ഷാർജ, ഷേക്ക്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ, കറുത്തത്, വെളുത്തത്, ചുവന്നത്, പച്ചയൊക്കെ കാണാം. ഇതൊക്കെ മേടിച്ചാരാണ്ടൊക്കെ കുടിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണല്ലോ കട തുറന്നിരിക്കുന്നത്. ബട്ട് ഇതിലൂടെയാണ് ഇതിൻ്റെ കച്ചവടം നടക്കുന്നത് എന്ന് പാലാ ബിഷപ്പ് കല്ലറങ്ങാട്ട് തിരുമേനി കുറവിലങ്ങാട് പള്ളിയിൽ പ്രസംഗിച്ചു. അതും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമായിരുന്നു. ആ ഉടനെ അദ്ദേഹത്തെ ചൊല്ലി ബഹളമായി. അദ്ദേഹത്തിൻ്റെ അരമനയിലേക്ക് മാർച്ച് നടന്നു. 10,000 മുസ്ലിങ്ങൾ കൂടിയിട്ട് ബിഷപ്പിനെ തട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞിട്ട് മാർച്ച് നടന്നു. ഇതേ കാര്യം, ഈ പാലാ ബിഷപ്പ് പറഞ്ഞ കാര്യം തന്നെ കഴിഞ്ഞ ദിവസം ടി വിയിൽ ഒരു മുസ്ലിം പയ്യൻ വന്ന് പറഞ്ഞു, ഇത് ജ്യൂസിൽ കലക്കി കൊടുക്കാറുണ്ട്, പറ്റിയ സാധനമാണ്, ഞാൻ ആദ്യം കുടിക്കുന്നത് ജ്യൂസാണ് എന്ന് പറഞ്ഞു. ഇത് ജ്യൂസിൽ കലക്കി കുടിച്ച് ആ സർക്കിൾ അങ്ങ് മറ്റിടത്ത് പോയി നമുക്ക് ജ്യൂസ് കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ സർക്കിൾ, മയക്കുമരുന്നിൻ്റെ സർക്കിൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വരുന്നു. ഇത് ഈ ചെറുക്കം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കലാപവുമില്ല, അവൻ്റെ പേരിൽ കേസുമില്ല. എന്നാൽ പാലാ ബിഷപ്പിൻ്റെ പേരിൽ ഇപ്പോഴും കേസുണ്ട്, അത് പിൻവലിച്ചിട്ടുമില്ല. പാലാ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്തിട്ടുമില്ല. എപ്പോഴെങ്കിലും അറസ്റ്റ് ചെയ്യുമായിരിക്കും സൗകര്യം പോലെ. അപ്പോൾ ഈ കാര്യം ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അത് പുറത്ത് പറയുന്നത് ആര് എന്നുള്ളതാണ് കുഴപ്പം. ഇത് ഒരു മുസ്ലിം പയ്യൻ വന്ന് പാലാ ബിഷപ്പ് പറഞ്ഞ അതേ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാകാശവും ഇടിഞ്ഞു വീണില്ല. അത് അതിൻ്റേതായ അർത്ഥത്തിൽ മനസ്സിലാക്കപ്പെട്ടു. ഇത് പാലാ ബിഷപ്പ് 4 വർഷം മുമ്പ് പറഞ്ഞപ്പോൾ പാലാ ബിഷപ്പിൻ്റെ നെഞ്ചത്ത് കയറാൻ പോയി. അതായത് ആരെങ്കിലും മുസ്ലിമിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അയാളെ അറസ്റ്റ് ചെയ്യുക, നടപടിയെടുക്കുക. ഇത് ആഗോളതലത്തിൽ ഇസ്ലാമിൻ്റെ ഒരു ടെക്നിക്കാണ്, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളത്. ഒരുമാതിരിപ്പെട്ടവരാരും മുസ്ലിങ്ങളെ പറ്റി മിണ്ടാൻ പോകില്ല. വേണ്ടപ്പാ, അത് FIR, അത് ഇത് ഇല്ല, അതിൽ കുറ്റമൊന്നുമില്ല, കുറ്റമില്ല. പക്ഷേ ഇതിൻ്റെ പിന്നാലെ തൂങ്ങണ്ടേ? പോലീസ് ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ മുൻകൂർ ജാമ്യം എടുക്കാൻ പോകണം. മുൻകൂർ ജാമ്യം എടുക്കാൻ പോകുമ്പോൾ ആ കോടതിക്ക് ഭ്രാന്ത് കയറിയിട്ട് എന്തെങ്കിലും 4 കമൻ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ടി വിയിൽ വരും. ചുരുക്കി പറഞ്ഞ് നിങ്ങൾ വഷളാകും. അപ്പോൾ മാന്യന്മാർ ഇതിൽ ഇടപെടാൻ ഭയക്കും. ഇതാണ് ഇതിൻ്റെ ടെക്നിക്ക്. ഈ ഇസ്ലാമിക തീവ്രവാദികൾ നിയമപരമായിട്ട് ആളുകളെ ഭീഷണിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. കേസെടുക്കുക, ഹരാസ് ചെയ്യുക, വീണ്ടും കേസെടുക്കുക, ഹരാസ് ചെയ്യുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇയാൾ തളരുമല്ലോ. കാരണം ഇയാൾ ചെയ്യുന്നത് തെറ്റൊന്നുമല്ല എന്ന് ഇയാൾക്കറിയാം. പക്ഷേ ഇതിൻ്റെ പുറകെ തൂങ്ങി നടന്നും വിഷമിക്കും. പോലീസ് സ്റ്റേഷനിൽ പോവുക, ജാമ്യം എടുക്കുക, വക്കീലിന് കാശ് കൊടുക്കുക. ആരുടെ ഇതിന് മാത്രം കാശിരിക്കുന്നു? ഇവരാണെങ്കിൽ ലവ് ജിഹാദിന് വേണ്ടി പ്രത്യേകം ഫണ്ട് മാറ്റി വെച്ചിട്ടുമുണ്ട്. അങ്ങനെ ഒരു ഡോക്യുമെൻ്റൊക്കെ ഇറക്കിയിരുന്നു കുറച്ച് കാലം മുമ്പ്. പോപ്പുലർ ഫ്രണ്ട് അവർക്ക് ദാവാ പ്രവർത്തകർ എന്ന് പറഞ്ഞുകൊണ്ട്, ദാവാ പ്രവർത്തകരുടെ ജോലി തന്നെ മതം മാറ്റാണ്. അതെന്ത് വില കൊടുത്തും കാശ് കൊടുത്ത് മതം മാറ്റാം, പ്രലോഭിപ്പിച്ച് മതം മാറ്റാം, പ്രണയം നടിച്ച് മതം മാറ്റാം. അപ്പോൾ അതിനകത്ത് അവർ കണ്ടുപിടിച്ച ഏറ്റവും എളുപ്പ വഴിയാണ് ഈ പ്രണയം നടിച്ച് മറ്റ് മതങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക. കൺവേർഷന് വേണ്ടിയിട്ടാണ് അവർ പ്രണയം നടിക്കുന്നത്, അല്ലാതെ പ്രണയം ഉണ്ടായിട്ടൊന്നുമല്ല. ഒരാളെ, ഒരു പെൺകുട്ടിയെ അടിച്ചു കൊണ്ടുവന്ന് ഈ പറഞ്ഞ അവരുടെ ക്യാമ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്തതിനെ അന്വേഷിച്ച് ഇറങ്ങണം. അപ്പോൾ ഈ പെൺകുട്ടിയോ അതെവിടെയെങ്കിലും പൊക്കോ, ബാക്കിയുള്ളവർ കൈകാര്യം ചെയ്തോളൂ. ഇതാണ് ഇതിൻ്റെ സംഗതി. അപ്പോൾ കേസ് തുടങ്ങുമ്പോൾ നമുക്കിത് ലവ് ജിഹാദാണോ എന്ന് പറയാൻ പറ്റില്ല. ലവ് ജിഹാദാണെന്ന് പറയേണ്ട ഘട്ടം വരുമ്പോൾ, അത് ഉറപ്പാകുമ്പോൾ ഏകദേശം ഈ പെൺകുട്ടി കൈവിട്ട് പോയും കഴിയും. ഇനി തിരിച്ചു കൊണ്ടുവന്നാൽ തന്നെ ആ പെൺകുട്ടിക്ക് സ്വസ്ഥമായൊരു ജീവിതം ഉണ്ടാവുകയുമില്ല. ഇങ്ങനെ ഒരു കുടുംബം കോഞ്ഞാട്ടയായി മാറുന്ന ഏർപ്പാടാണ് ലവ് ജിഹാദ്. അതില്ല എന്ന് എത്ര കാലം കണ്ണടയ്ക്കും? അതുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എത്ര കാലം നിങ്ങൾ PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലിടും? അത് സാധ്യമല്ല. ഇതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. കുറച്ച് പേര് ഹൈക്കോടതി ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെയൊന്നും ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. ഹൈക്കോടതിയിൽ 2009 2 പിള്ളേർ മുൻകൂർ ജാമ്യത്തിന് വന്നു. ജസ്റ്റിസ് KT ശങ്കറിൻ്റെ ബെഞ്ചിലായിരുന്നു. അത് ഈ ലവ് ജിഹാദ് കേസ് തന്നെയാണ്. അവരുടെ പേരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അവരെവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് കഴിയുന്നുണ്ടാകും.
ഞാൻ അവരുടെ പേര് പറഞ്ഞ് അവരെ വഷളാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പേര് പറയാത്തത്. കോടതിയിലെ കേസാണ്, ആ കേസിൽ അവരുടെ പേരൊക്കെ ഉണ്ട്. ഇപ്പോഴും കോടതി രേഖകളിൽ അതുകൊണ്ട് സെർച്ച് ചെയ്താലൊക്കെ കിട്ടും. എന്നാലും ഞാനായിട്ടത് പറയണ്ട. അപ്പോൾ ഈ പിള്ളേർ മുൻകൂർ ജാമ്യത്തിന് വന്നു. അവരുടെ കേസ് 2 ക്രിസ്ത്യൻ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഇതാണ്, തട്ടിക്കൊണ്ടുപോയി മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കേസ്. അപ്പോൾ ജസ്റ്റിസ് കെ ടി ശങ്കരൻ പോലീസിനോട് പറഞ്ഞു, എനിക്കൊരു അന്വേഷണ റിപ്പോർട്ട് വേണം, ഇങ്ങനൊരു ഏർപ്പാടുണ്ടോ, ലവ് ജിഹാദ്, റോമിയോ ജിഹാദ് എന്ന് പറഞ്ഞ് ഏർപ്പാടുണ്ടോ. അപ്പോൾ എല്ലാ ജില്ലാ സൂപ്രണ്ടുമാരോടും സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ പറഞ്ഞു. അവരെല്ലാം സത്യവാങ്മൂലം ഫയൽ ചെയ്തു. എനിക്ക് എൻ്റെ ഓർമ്മയിൽ കാസർഗോഡ് ഒഴിച്ച് ബാക്കി 13 ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടിലും അവർ പറഞ്ഞു ലവ് ജിഹാദ്, റോമിയോ ജിഹാദ് എന്നുള്ള പേരിൽ ഒരു പ്രവർത്തനം നടക്കുന്നത് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഈ പ്രണയം നടിച്ച് പ്രണയക്കെണിയിൽപ്പെടുത്തി പെണ്ണുങ്ങളെ കൊണ്ടുപോയി എന്ന് പറഞ്ഞുള്ള ധാരാളം കേസുകൾ ഞങ്ങളുടെ ജില്ലയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. കെ ടി ശങ്കരൻ ആ റിപ്പോർട്ട് സ്വീകരിച്ചുകൊണ്ട് ഈ 2 പേരുടെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ തള്ളി വിധിയായി. അതിൽ കെ ടി ശങ്കരൻ അവസാനം എഴുതി, ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചുള്ള മതപരിവർത്തനത്തെ തടയുന്ന ഒരു നിയമം പാസ്സാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു, അത് സർക്കാർ പരിഗണിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്നെഴുതിയാണ് കെ ടി ശങ്കരൻ ആ ജഡ്ജ്മെൻറ്റ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ കെ ടി ശങ്കരൻ വ്യക്തമായിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നു, പോലീസുകാരും പറഞ്ഞിരിക്കുന്നു, ഈ പേരിൽ ഒരു പ്രവർത്തനം നടക്കുന്നില്ല, പക്ഷേ പ്രവർത്തനം നടക്കുന്നുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് ജിഹാദ് ഒരു ഇവൻ്റ് അല്ല, അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവും അത് ലവ് ജിഹാദാണെന്ന്. അതുവരെ ലവ് ജിഹാദാണെന്ന് പറയാനുള്ള ന്യായം കാണുകയില്ല. സാധാരണ പ്രണയം മാത്രമായിട്ട് അതിങ്ങനെ നിൽക്കും. സാധാരണ പ്രണയത്തിൽ 2 പേര് കാണുന്നു, പ്രണയത്തിലാകുന്നു, ഒളിച്ചോടുന്നു, ഒന്നിച്ച് താമസിക്കുന്നു, ഇതൊക്കെ സാധാരണ പ്രണയമാണ്. ജിഹാദ് വന്നിട്ടില്ല. അത് ജിഹാദ് മെല്ലെയാണ് അതിനകത്ത് കടന്നു വരുന്നത്. ജിഹാദ് കടന്നു വന്നു എന്ന് ഈ പെൺകുട്ടി അറിയും. ആ പെൺകുട്ടി അറിഞ്ഞിട്ട് പിന്നെ എങ്ങനെയെങ്കിലും വീട്ടിലേക്കോ നാട്ടിലേക്കോ ആരെങ്കിലും കൂട്ടുകാർക്കോ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും താമസിക്കും. ചുരുക്കി പറഞ്ഞാൽ ലവ് ജിഹാദ് തുടങ്ങുന്ന നിമിഷം ആർക്കും മനസ്സിലാവില്ല. ജിഹാദായിട്ട് മാറിയ നിമിഷം മനസ്സിലാക്കുന്നത് പെൺകുട്ടിയായിരിക്കും. പെൺകുട്ടിക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വീണ്ടും താമസിക്കും. പിന്നീട് അത് പരിഹാരമില്ലാത്ത ഒരു പ്രശ്നമായിട്ട് പോകും. ഇതാണ് ലവ് ജിഹാദ് എന്നുള്ള പ്രശ്നം. ഇതാർക്കാ മനസ്സിലാവാത്തത്? മനസ്സിലാവാത്തവർ മനസ്സിലായില്ല എന്ന് നടിക്കുന്നു. പിന്നീടൊരു സംഗതി 2017 2018 ആൾക്കാർ തോന്നിവാസം പറയുന്നുണ്ട്. കേരള ഹൈക്കോടതി ലവ് ജിഹാദ് ഇല്ല എന്ന് പ്രഖ്യാപിച്ചു. ഒരു കോടതിക്കും ഒരു സാധനവും ഇല്ല എന്ന് ഡിക്ലറേഷൻ നടത്താനുള്ള അധികാരമില്ല. അവരത് ചെയ്യുകയുമില്ല. അവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഈ ഏറി വന്നു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റുന്നത് ഇതുവരെ ലവ് ജിഹാദ് എന്ന് പറയുന്ന സാധനം ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ, ഇല്ലേ? എന്നാൽ അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റോ ഡിക്ലറേഷനോ കേരള ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടില്ല, ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഞാനിത് എന്നോട് പറഞ്ഞ പലരോടും ഞാൻ പറഞ്ഞു, ആ ജഡ്ജ്മെൻ്റ് ഒന്ന് കാണിച്ചു തരൂ, ലവ് ജിഹാദ് ഇല്ല എന്ന് എഴുതിയിരിക്കുന്ന ജഡ്ജ്മെൻറ്റ്. അങ്ങനെ ഒരു ജഡ്ജ്മെൻ്റ് ഇല്ല. ഇതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണ്. ആൾക്കാർ ഡിഫെൻസീവിലാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ വേണ്ടേ, അതുകൊണ്ട് പറഞ്ഞുണ്ടാക്കുന്നതാണ് ഈ കോടതി പറഞ്ഞു എന്നൊക്കെയുള്ള കഥ. അതൊന്നും കോടതി പറഞ്ഞിട്ടില്ല. കോടതി നേരെ തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതിയിലെ കാര്യം ഞാൻ പറഞ്ഞു, ലോക്സഭയിലെ കാര്യം ഞാൻ പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ നമുക്കറിയാമല്ലോ. എത്രയോ പേർക്ക് ഈ കാര്യങ്ങൾ അറിയാം. അവരാരും പുറത്ത് പറയാത്തത് ഒരു കുടുംബത്തിന് ക്ഷീണം തട്ടും എന്നുള്ളത് കൊണ്ടാണ്. ചിലതൊക്കെ അറിയാതെയും പോകും. ഇപ്പോൾ മനുഷ്യർക്കെല്ലാം തിരക്കാണ്, അല്ലേ? എല്ലാവരും തിരക്ക് പിടിച്ചോടുകയാണ്. തൊട്ടടുത്ത വീട്ടിൽ ഒരാളെ കാണാതായി കഴിഞ്ഞാൽ പോലും നമ്മൾ അന്വേഷിക്കുകയൊന്നുമില്ല. 4-5 ദിവസം കഴിഞ്ഞായിരിക്കും നമ്മൾ ഈ ചേട്ടനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അന്വേഷിക്കാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് അറിയുന്നത് ആ ചേട്ടൻ സ്ഥലം വിട്ടു എന്നറിയുന്നത് ആ നിമിഷമായിരിക്കും. അപ്പോൾ നമ്മൾ ഓർത്തിടാം, തൊട്ടടുത്തുള്ള ചേട്ടനെ കാണുന്നത് ഇപ്പോൾ അങ്ങനെയാണ്. ചേട്ടൻ്റെ തിരക്കിലാണ്, നമ്മൾ നമ്മുടെ തിരക്കിലാണ്, ഇല്ലേ? അങ്ങനെ ആരും അന്യോന്യം അന്വേഷിക്കുന്ന പതിവൊന്നും ഇപ്പില്ല. പഴയ ഗ്രാമപ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു. ആളെ കണ്ടില്ലെങ്കിൽ അന്ന് വൈകുന്നേരം തന്നെ കണ്ടില്ലല്ലോ, എവിടെ പോയി, ദിവസവും ഇതിലേ പോകുന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അന്ന് ആൾ കുറവായിരുന്നു, സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക്, ജീവിതം ഒരു സാമട്ടിൽ പൊയ്ക്കൊണ്ടിരുന്ന കാലഘട്ടം. ഇപ്പം അത് മാറി. ഇപ്പം അങ്ങനെയല്ല, എല്ലാവരും തിരക്കിലാണ്, എല്ലാവർക്കും ഓട്ടവും ചാട്ടവുമാണ്. അതുകൂടാതെ സ്മാർട്ട് ഫോൺ വന്നതോടുകൂടി ലോകം മറന്നിട്ട് അതിൽ നോക്കിയിരിക്കുന്ന ഒരു സ്വഭാവം കൂടെ സമൂഹത്തിൽ വന്നു കഴിഞ്ഞു. ആർക്കാണ് മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാൻ നോട്ടം? അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടില്ല, അതിനാൽ അതില്ല എന്നൊക്കെ പറയുന്നത് ശരിയല്ല. കണ്ടവരുണ്ട്, അറിയാവുന്നവർക്കറിയാം. അത്
ഈ മാൻ മിസ്സിംഗ് കേസായിട്ട് സ്റ്റേഷനിൽ വരണം എന്നില്ല. ഇത് ഡിസ്ക്രീറ്റ് എൻക്വയറി നടത്തിയാൽ, ഇൻ്റലിജൻസുകാർ എൻക്വയറി നടത്തിയാൽ പേരുകൾ പുറത്ത് വരില്ല, വീട് ഏതാണെന്ന് പുറത്ത് വരില്ല എന്നൊക്കെ ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ജന്മം പോയാൽ സ്വന്തം കുടുംബം തകരുന്ന ഒരു ഇൻഫർമേഷൻ ഒരമ്മ ഒരച്ഛൻ പുറത്ത് വിടും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ ചാനലിൽ കിടന്ന് എത്ര വാഗ്വാദം നടത്തിയാലും എന്തെല്ലാം ചെയ്താലും ശരി, അവരത് രഹസ്യമായിട്ട് തന്നെ വയ്ക്കും. രഹസ്യമായിട്ട് വയ്ക്കുകയും വേണം, കാരണം അവരുടെ ജീവിതമാണ്. അത് ചാനലിലിട്ട് അലക്കാൻ അവർ സമ്മതിക്കില്ല. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അപഖ്യാതി ഉണ്ടാക്കാനോ അപമാനിതരാകാനോ അവർ തയ്യാറുമല്ല. പോലീസിനാണെങ്കിൽ പോലീസ് എന്ത് ചെയ്യും? പോലീസിന് ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കേസാക്കുക മാർഗ്ഗമുള്ളൂ. അവരവരുടെ ഡ്യൂട്ടി ചെയ്യും. ഈ ഡ്യൂട്ടി ചെയ്യുന്നതിനിടയ്ക്ക് ചാനലുകാർക്ക് ഈ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഫ്ലാഷ് ചെയ്യും. ഇഷ്ടമുള്ള വാർത്തകൾ ചാനലുകൾ ഫ്ലാഷ് ചെയ്യും, ഇഷ്ടമില്ലാത്തത് ചെയ്യില്ല. ചാനലിലെ ആങ്കർമാരുടെയൊക്കെ വീട്ടിൽ കേസുകളില്ലേ? ഉണ്ടല്ലോ. ആ കേസുകൾ പരസ്യ ചർച്ചയ്ക്ക് വിധേയമാക്കുമോ? ഇല്ല. ആളുകളുടെ പ്രൈവറ്റ് വിവരങ്ങൾ അതെന്തിൻ്റെ പേരിലാണെങ്കിലും അത് പൊതു ചർച്ചയ്ക്ക് വിധേയമാക്കാൻ പാടില്ല. ഇത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ സിനിമാ രംഗത്ത് തന്നെ സംഭവിച്ചു. വഴിയെ പോകുന്ന എല്ലാവരെ പറ്റിയും അന്യോന്യം ആരോപണങ്ങൾ വന്നു. ആ പേരുകളെല്ലാം കൂടെ ചാനലുകൾ വിളിച്ചു പറഞ്ഞു. വല്ല കാര്യമുണ്ടായിരുന്നു? ഇതിലൊക്കെ സത്യാവസ്ഥയുണ്ടോ ഇല്ലയെന്നൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേ ഈ പേരുകൾ പറയാൻ? എത്ര മാന്യന്മാർ ചാനൽ വഴി ചീത്തയായി സിനിമാ രംഗത്ത് മാന്യന്മാരും ഉണ്ടല്ലോ, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ദീർഘകാലം സിനിമാ രംഗത്തുള്ളവർ 10-70 വയസ്സുള്ളവർ, അവരെ പറ്റിയൊക്കെ ചുമ്മാ ഏതെങ്കിലും പെൺകുട്ടി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു ഉടനെ അതിനെ കൊണ്ടുവന്ന് ടി വിയിലിരുത്തി മുഖം മറച്ചു, വായിൽ വന്നൊക്കെ വിളിച്ചു പറഞ്ഞു, ആ മനുഷ്യൻ്റെ മാനം പോയി. ഇനിയിപ്പോൾ അതിനെന്താ പരിഹാരം? ഒരു പരിഹാരവുമില്ല. ദ ഡാമേജ് ഈസ് ഡൺ. ഇങ്ങനെയൊക്കെ ചാനലുകൾ പെരുമാറരുത്. ലവ് ജിഹാദ് ഒരു യാഥാർത്ഥ്യമാണ്. അത് മീനച്ചി താലൂക്കിൽ 400 ഉണ്ട് എന്ന് PC ജോർജ് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അതിൽ കൂടുതൽ ആകാംക്ഷയുള്ളവർക്ക് ഡിസ്ക്രീറ്റ് എൻക്വയറി നടത്താം. ഗവൺമെൻറ്റിന് ഇൻ്റലിജൻസ് വഴി ഡിസ്ക്രീറ്റായിട്ട് ഈ വിവരങ്ങൾ കളക്ട് ചെയ്യാം. അതല്ലാതെ പരസ്യ ചർച്ചയ്ക്ക് നിന്നു കൊടുക്കാനോ പൊതുജന മധ്യത്തിൽ അപഹാസ്യരാവാനോ കുടുംബത്തിൽ പിറന്ന ആരും തയ്യാറാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പൊളിച്ചെഴുത്ത് ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം. നമസ്കാരം.